ക്യൂജസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഹൗസ് എന്ന പേരിൽ ഒരു ലെയർ നിർമ്മിക്കുക. ലെയർ ടൈപ്പ് പോയിന്റ്, ആട്രിബ്യൂട്ട്സ്, ഓണർ, നമ്പർ. ഈ ലെയർ സെലക്ട് ചെയ്ത് മാപ്പിൽ ഒരു വീട് രേഖപ്പെടുത്തുക. ID 1 ഓണർ കൃഷ്ണൻ എന്നാണ്. നമ്പർ 666. വിഭവ ഭൂപടത്തിലെ റോഡ് ലെയർ പ്രദർശിപ്പിക്കുക. റോഡിന് നൽകിയിരിക്കുന്ന നിറം മാറ്റി കറുപ്പ് ആക്കുക. പിന്നെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന പേരിൽ ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലേസസ്, ഹോം, എക്സാം ഡോക്യുമെൻസിൽ ക്യൂജസ് പ്രൊജക്റ്റിലുണ്ടാകും. അത് ഞാൻ നേരത്തെ എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇത് പറഞ്ഞ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്. അപ്പോൾ ഹൗസ് എന്ന പേരിൽ ലെയർ നിർമ്മിക്കണം. അപ്പോൾ ഇവിടെ ഹൗസ് എന്ന പേരിൽ ഒരു ലെയർ ഇല്ല. സ്കൂൾ ലെയർ ഉണ്ട്, പഞ്ചായത്ത് ഉണ്ട്, റോഡ്, റിവർ, ഇങ്ങനെ ലെയർ ഉണ്ട്. അപ്പോൾ എന്താണ്, അതിൻ്റെ ഹൗസ് എന്ന പുതിയ ലെയർ നിർമ്മിക്കാനാണ്. ഏതൊരു ലെയർ നിർമ്മിക്കാനും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ലെയർ, ക്രിയേറ്റ് ലെയർ, ന്യൂ ഷേപ്പ് ലെയർ. ഇവിടെ ടൈപ്പ് പറഞ്ഞിട്ടുണ്ട്, ടൈപ്പ് പോയിന്റ് ആണ്. ഇവിടെ ചോദ്യം നോക്കാം. ചോദ്യത്തിനും ടൈപ്പ് പോയിന്റ് ആണ്. അപ്പോൾ അത് മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. ടൈപ്പ് പോയിന്റ് ഇവിടെ നെയിം ഓണർ എന്നാണ്. ഓണർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അത് ടൈപ്പ് ടെക്സ്റ്റ് ഡാറ്റയാണ്. അപ്പോൾ അതിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല, ടെക്സ്റ്റ് ഡാറ്റ തന്നെയാണ്. ആഡ് ടു ഫീൽഡ്സ് ലിസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും ഇവിടെ നമ്പർ ടൈപ്പ് ചെയ്യണം. നമ്പർ ടൈപ്പ് ചെയ്തു. ടൈപ്പ് നോക്കാം. ടൈപ്പ് ടെക്സ്റ്റ് ഡാറ്റ അല്ല, വേർഡ് നമ്പർ ആണ്. അപ്പോൾ ആഡ് ടു ഫീൽഡ്സ് ലിസ്റ്റ് കൊടുത്തു. ശേഷം ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ താഴെ സേവ് ലെയറേഴ്സ് വന്നിട്ടുണ്ട്. അത് ഏത് പേരിലാണ് സേവ് ചെയ്യേണ്ടത്? ഹൗസ് എന്ന പേരിലാണ്. അപ്പോൾ ഹൗസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഹൗസ് എന്ന് ടൈപ്പ് ചെയ്തു, സേവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പുതിയൊരു ലെയർ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ലെയർ പാനലിൽ ഇതിന് പേര് വന്നിട്ടുണ്ടെങ്കിലും മാപ്പിൽ ദൃശ്യമല്ല. അതിനായിട്ട് നാം എന്ത് ചെയ്യണം? ഹൗസ് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടോഗിൾ എഡിറ്റിംഗ് ടൂൾ, ടോഗിൾ എഡിറ്റിംഗ് ക്ലിക്ക് ചെയ്യുക. ശേഷം ആഡ് ടു ഫീച്ചേഴ്സ്, ആഡ് ഫീച്ചേഴ്സ് ക്ലിക്ക് ചെയ്ത് മാപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ID നമ്പർ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ 1 കൊടുക്കുന്നു. ഓണർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓണറുടെ പേര് കൃഷ്ണൻ എന്നാണ്. കൃഷ്ണൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു. കൃഷ്ണൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു. നമ്പർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 666 ആണ്. 666 സേവ് ചെയ്യുന്നു. ഇവിടെ ഹൗസ് ദൃശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോഗിൾ എഡിറ്റിംഗ് ടൂള് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാം. ചോദ്യം നോക്കാം. റോഡ് ലെയർ പ്രദർശിപ്പിക്കുക. അപ്പോൾ ഇവിടെ റോഡ് ദൃശ്യമല്ല. അപ്പോൾ റോഡ് ലെയർ പ്രദർശിപ്പിക്കണമെങ്കിൽ ഇവിടെ ടിക്ക് കൊടുക്കുക, ടിക്ക് ചെയ്യുക. അപ്പോൾ റോഡ് ദൃശ്യമായി. പക്ഷേ വീണ്ടും അത് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് റോഡിന് നൽകിയത് നിറം മാറ്റി കറുപ്പ് നൽകുക. അപ്പോൾ റോഡിന് നിറം മാറ്റാനുണ്ട്. ഇവിടെ ചുവപ്പാണ്. അപ്പോൾ റോഡ് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പ്രോപ്പർട്ടീസിൽ ഇവിടെ ഈ കളർ ക്ലിക്ക് ചെയ്ത് ബ്ലാക്ക് കൊടുക്കുക. ഇവിടെ അപ്ലൈ കൊടുത്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ കറുപ്പ് ആയിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ എന്നിവയിൽ ഹോമിലെ exam10 എന്ന ഫോൾഡർ രജിസ്റ്റർ ചെയ്യാനാണ്. നോക്കാം. അപ്പോൾ പ്രോജക്റ്റ് സേവ് ആസ്. നിങ്ങൾ SSLC IT exam10 എന്ന ഫോൾഡറിലാണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന പേരിൽ നിങ്ങൾ സേവ് ചെയ്യേണ്ടത്. ഞാനിവിടെ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു മോഡൽ രൂപത്തിലുള്ള നമ്പർ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായി ചെയ്തിരിക്കണം. ഓക്കെ.